എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. തിരുവെഴുത്തുകളിൽ പ്രയോഗിച്ചിട്ടുള്ള സംഖ്യകളിൽ വളരെയധികം വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമായിട്ടും മാർമിക സംഖ്യയായി അവശേഷിക്കുന്ന ഒന്നാണ് 666. രണ്ട് പ്രത്യേക കാരണങ്ങളാൽ ഈ സംഖ്യ പ്രാധാന്യം അർഹിക്കുന്നു. പ്രവചന പുസ്തകമായ വെളിപ്പാടിലാണ് ഈ മാർമിക സംഖ്യ പ്രത്യക്ഷപ്പെടുന്നത്. മാത്രവുമല്ല, അവിടെ തന്നെ അതൊരു മൃഗത്തിൻ്റെയും ഒപ്പം മനുഷ്യൻ്റെയും സംഖ്യയായിട്ടാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ വിശദീകരണം ഒരു വെല്ലുവിളിയോട് കൂടെയാണെന്ന് മാത്രം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയത്രേ. അതിൻ്റെ സംഖ്യ 666. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനം. 666 സംബന്ധിച്ച് എണ്ണമറ്റ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വ്യക്തികളുടെയും പേരിൻ്റെ സംഖ്യ ഗണിച്ച് അതിലൂടെ മൃഗത്തെ തിരിച്ചറിയാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ നമുക്ക് സ്വീകാര്യം ജെ.എൻ. ഡാർബിയുടേതാണ്. 666 എന്ന സംഖ്യയെക്കുറിച്ചുള്ള എൻ്റെ അറിവില്ലായ്മ ഇവിടെ ഞാൻ തുറന്ന് സമ്മതിക്കട്ടെ. മതിയായ ഒരു വിശദീകരണം നൽകുവാൻ എനിക്ക് കഴിയുന്നില്ല. എതിർ ക്രിസ്തുവിൻ്റെ പേര് പ്രസ്തുത സംഖ്യ ഉൾക്കൊള്ളുന്നതായിരിക്കും. തന്മൂലം എതിർ ക്രിസ്തു വെളിപ്പെടുന്നതുവരെയും അതിനെക്കുറിച്ച് ചില പൊതുവായ ധാരണകൾ പുലർത്തണമെന്നല്ലാതെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ആകില്ല. ഭൂമിയിൽ നിന്ന് കയറുന്ന മറ്റൊരു മൃഗം ഏതാണ്? മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. വെളിപ്പാട് 13-ാം അധ്യായം 11-ാം വചനം. 36-ൻ്റെ ത്രികോണ സംഖ്യയാണ് 666. 36 8-ൻ്റെ ത്രികോണ സംഖ്യയും. ഇതിൽ നിന്നും 666-നും 8-നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മൃഗത്തിൻ്റെ പ്രതീകമായി വെളിപ്പാട് 17-ാം അധ്യായം 11-ൽ 8 പറയുന്നുണ്ട്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. വെളിപ്പാട് 13-ാം അധ്യായം 18-ൽ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുവെങ്കിൽ ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത മൃഗത്തെ വിശദീകരിക്കുന്നത്. തല 7-ഉം സ്ത്രീ ഇരിക്കുന്ന 7 മലയാണെന്ന് പറയുന്നു. അത് റോമിനെ കുറിക്കുന്നു. 7 മലകളിന്മേലാണ് റോം സ്ഥാപിതമായിരിക്കുന്നത്. 666 നീറോ ചക്രവർത്തിയെ കുറിക്കുന്നതായി കരുതുന്നവരുണ്ട്. നീറോ പുനരുദ്ധാനം ചെയ്യുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ പലരും വിശ്വസിച്ചിരുന്നു. നീറോ ആയാലും അല്ലെങ്കിലും ഫലത്തിൽ നീറോയുടെ പുനർജന്മം തന്നെയായിരിക്കും എതിർ ക്രിസ്തു. നീറോ സീസറെ എബ്രായ ഭാഷയിൽ എഴുതുന്നത് ഗസേർ നെറോൻ എന്നാണ്. റോമിലെ പോപ്പ് എതിർ ക്രിസ്തുവാണെന്ന് കരുതുന്ന ആളുകളും കുറവില്ല. പോപ്പിൻ്റെ കിരീടത്തിൽ പതിച്ചിട്ടുള്ള മേലെഴുത്തിന് ലത്തീനിൽ 666 സംഖ്യവില. ഈ ഗണനം ഒരിക്കലും പോപ്പ് എതിർ ക്രിസ്തുവാണെന്ന് പറയുവാൻ മതിയായ അടിസ്ഥാനമല്ല. കൂടാതെ പോപ്പ് എതിർ ക്രിസ്തു അല്ലാന്നതിന് അനേകം തെളിവുകൾ ഉണ്ട്. ഒന്നാമതായി, എതിർ ക്രിസ്തു പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 22-ാം വാക്യം. ഒരു പോപ്പും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുമെന്ന് ചിന്തിക്കുവാൻ കൂടി സാധ്യമല്ല. രണ്ടാമതായി, താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് കാണിക്കുന്നതിന് ദൈവമെന്നോ പൂജാവിഷയമെന്നു പേരുള്ള സകലത്തിനു മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളിയാണ് എതിർ ക്രിസ്തു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാം വചനം. പോപ്പ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നല്ലാതെ താൻ തന്നെ ദൈവമെന്ന് ഒരിക്കലും പറയുകയില്ല. മൂന്നാമതായി, വ്യാജസഭയായ വേശ്യയെ നശിപ്പിക്കുന്നതിന് മൃഗത്തിൻ്റെ 10 കൊമ്പുകൾ എതിർ ക്രിസ്തുവിനോട് ചേരും. വെളിപ്പാട് 17-ാം അധ്യായം 16-17 വചനങ്ങൾ. പോപ്പ് ഒരിക്കലും വ്യാജസഭയെ ദുഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. നാലാമതായി, മൃഗത്തിൻ്റെ അധികാരം വെറും 42 മാസത്തേക്കാണ്. തുടർന്ന് ക്രിസ്തു വീണ്ടും വരികയും മൃഗത്തെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പരമ്പരാഗതമായി തുടരുന്നതാണ് പോപ്പിൻ്റെ അധികാരം. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത അധർമ്മമൂർത്തിയാണ് എതിർ ക്രിസ്തു. ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിന് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം സുപ്രധാനമാണല്ലോ. എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് കമ്പ്യൂട്ടർ ജനത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിക്കും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് റവന്യൂ റിച്ചാർഡ് തോമസ് 666 പുതിയൊരു ഫോർമുലയും വ്യാഖ്യാനവും നൽകി.
ഈ ഫോർമുല അനുസരിച്ച് കമ്പ്യൂട്ടറാണ് 666. കമ്പ്യൂട്ടർ എന്ന ലത്തീൻ ധാതുവിൽ നിന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഉൽപ്പത്തി. അതിൻ്റെ അർത്ഥം എണ്ണുന്നത്. കമ്പ്യൂട്ടർ ലോകത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. ലോകവ്യാപകമായ ശൃംഖലയാണ് കമ്പ്യൂട്ടർ. എന്നാൽ ചിലർ WW666 എന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ WW666 അല്ല എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഒന്ന്, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളാണ് മൃഗത്തെ ആരാധിക്കുന്നത്. എന്നാൽ കമ്പ്യൂട്ടറിനെ വികസിപ്പിച്ചെടുത്തവരിൽ അനേകം ക്രിസ്ത്യാനികളുണ്ട്. കമ്പ്യൂട്ടർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നവരും അവർ തന്നെ. അവർ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരല്ല. 2, 666 എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. കമ്പ്യൂട്ടർ പോലെ ഒരു യന്ത്ര സംവിധാനത്തിൻ്റേതല്ല. മൂന്നാമത്, എതിർ ക്രിസ്തു അഥവാ മൃഗം പ്രത്യക്ഷപ്പെടുന്നത് മഹാപീഡനകാലത്താണ്. അതുവരെ ഈ സംഖ്യ നിഗൂഢമായി തന്നെ ശേഷിക്കും. WW ഇപ്പോൾ തന്നെ പ്രവൃത്തിപദമാണല്ലോ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പഴയ നിയമ ചരിത്രത്തിൽ 666 എന്ന സംഖ്യയെക്കുറിച്ച് ചില സൂചനകളുണ്ട്. പഴയ അശ്ശൂർ രാജാവിൻ്റെ കാലയളവ് 666 വർഷമായിരുന്നു. അനന്തരം അശ്ശൂർ ബാബിലോണിൻ്റെ ആക്രമണത്തിന് വിധേയമായി. BC 31 ആക്ടിയം യുദ്ധം മുതൽ AD 636 സാരസൺ ആക്രമണം വരെ 666 വർഷം റോമാ സാമ്രാജ്യം യെരുശലേമിനെ ചവിട്ടിമെതിച്ചു. ഒരു വർഷം ശലോമോൻ ചക്രവർത്തിക്ക് കൊണ്ടുവന്ന സ്വർണം 666 താലന്താണ്. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 14-15 വചനങ്ങൾ. ശലോമോൻ രാജാവിന് തന്നെ മനസ്സിലായി, തൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളും താൻ ചെയ്യാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളും മായയും വെറുതെ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 10-ാം വചനം എന്ന തിരുവെഴുത്ത് ശലോമോൻ്റെ ചരിത്രത്തിൽ സാർത്ഥകമായി ഭവിച്ചു. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത് എന്ന ദൈവകൽപ്പനയുടെ പ്രത്യക്ഷ നിഷേധവുമായിരുന്നു ശലോമോൻ രാജാവിൻ്റെ ജീവിതം. മൃഗത്തിൻ്റെ സംഖ്യ ഇന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. 6 മനുഷ്യൻ്റെ സംഖ്യയാണ്. പൂർണ്ണതയെ കുറിക്കുന്ന 7-1 കുറഞ്ഞത്. മാനുഷിക പൂർണ്ണതയുടെ തൃത്വമാണ് 666, അതായത് അപൂർണതയുടെ പൂർണ്ണത. ഇത്ര മാത്രമേ ഇന്ന് മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാനാകൂ. എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യയാണ് 666. പ്രസ്തുത സംഖ്യ സൂചിപ്പിക്കുന്ന മൃഗത്തിൻ്റെ വാഴ്ചയിലേക്ക് കടന്നു പോകാതെ വണ്ണം നമ്മെ വീണ്ടെടുത്ത നാഥൻ മധ്യാകാശത്തിൽ നമ്മെ ചേർത്തുകൊള്ളും. അതിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓർമ്മിപ്പിക്കുകയാണ് 666 എന്ന സംഖ്യ. ഇതിനാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.